ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡേ 2 ഞങ്ങൾ ഫുക്കറ്റിലെത്തിയിട്ടുണ്ട്. ഫുക്കറ്റിലെ ലാൻഡിങ് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ ബീച്ചും അങ്ങനെ ഞങ്ങൾ നേരെ ഇമിഗ്രേഷനിലേക്ക് വന്നു. ഇവിടെ വന്നപ്പം ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങളൊരു 1.5 മണിക്കൂർ ക്യൂ ഒക്കെ നിന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവർ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അവിടെ 1.5 മണിക്കൂർ ക്യൂ നിന്ന് ആകെ മടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബനാന ചിപ്സും ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു. നേരെ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഫുഡെല്ലാം പാക്കേജിനകത്തുണ്ടായിരുന്നായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും തായ് ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അവർ ഫസ്റ്റ് തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുപോയത്. പിന്നെ എന്തായാലും വിശന്നിരിക്കുമല്ലേ എന്നോർത്ത് അതൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴി തന്നെയായിരുന്നു ലയൺ പാർക്ക്. അവിടെ കയറി ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ ലയണിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും ലയണിന് ഫീഡ് ചെയ്യാനും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ലയണിന് ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർത്തത് ഇങ്ങനത്തെ കുഞ്ഞ് ലയൺ ആയിരിക്കും എന്നായിരുന്നേ. പക്ഷേ വലിയ ലയൺസൊക്കെ ആയിരുന്നു. എന്തായാലും ടിക്കറ്റ് എടുത്തല്ലേ അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഹസ്ബൻഡും ഞാനും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. മോൾക്ക് പേടിയാന്ന് പറഞ്ഞ് മോള് വന്നില്ല. പിന്നെ ഞാൻ തന്നെയായിരുന്നു ഫീഡ് ചെയ്യാൻ പോയത്. അതൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ പല സൈസിലുള്ള ലയൺസ് ഉണ്ട്. ഇവിടെ ഉള്ള സ്റ്റാഫൊക്കെ ആ ലയണിനെ കെട്ടിപ്പിടിക്കുകയും അതിൻ്റെ കൂടെ കളിക്കുകയും ഈ ലേഡീസൊക്കെ തന്നെ കുഞ്ഞു പെൺപിള്ളേരൊക്കെയാണ് ലയണിൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്ത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. അതുപോലെ അത്രയും ഫ്രണ്ട്ലിയാണ് അവരുമായിട്ട്. അങ്ങനെ അവിടെ കുറേ നേരം നിന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോയൊക്കെ അവർ അതിലേതെങ്കിലും ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുത്ത് അവർ ഫ്രെയിം ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയപ്പം കുറേ ടോയ്സും ഈ ലയൺസിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ ഒരു ബിസിനസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ നിന്ന് കണ്ട ഉടനെ തന്നെ മോൾക്ക് ഒരു ടോയ് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു. അവിടെ നല്ല കോസ്റ്റ്ലി ആയിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ ചെന്ന് ചെക്കിനൊക്കെ ചെയ്തു. പിന്നെ നേരെ പോയത് ഫുക്കറ്റ് സർക്കസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ആകെപ്പാടെ 3 ദിവസത്തെ പാക്കേജാണ്. അപ്പം ഞങ്ങൾ ടൈറ്റ് ഷെഡ്യൂളായിരുന്നേ. അവിടെ ചെന്നുടനെ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മോള് ഫേസ് പെയിൻറ്റിങ്ങിന് കയറി. അവൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾ ടയേർഡാണെങ്കിലും പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇതിങ്ങനെ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സർക്കസിൻ്റെ അകത്തേക്ക് കയറിയപ്പം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഈ നാട്ടിലെ സർക്കസൊക്കെ കണ്ടിട്ട് അവിടെ ചെന്നിട്ട് ഇതൊക്കെ കണ്ടപ്പം ഭയങ്കര എന്തോ ഒരു വലിയ സംഭവമായിരുന്നേ. അവിടെ ഓരോ ഈ സർക്കസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരത്തില്ലേ ഓരോ ഐറ്റംസ് കഴിഞ്ഞിട്ട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ ലേഡീസൊക്കെ വന്ന് പെർഫോമൊക്കെ ചെയ്യും. പിന്നെ അവർ അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെ കൊണ്ടും ഓരോന്നൊക്കെ ചെയ്യിപ്പിക്കുക. എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡ്രാമ പോലെ സ്കിറ്റൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പം അത് ഒട്ടും ഇപ്പോൾ ഒരു 2 hours ഉണ്ടെങ്കിലും ഒട്ടും ബോറടിപ്പിക്കത്തില്ല. നല്ല എക്സൈറ്റ്മെൻറ്റ് ആ ത്രില്ലോടെ തന്നെ നമുക്ക് കാണാൻ പറ്റി ഫുള്ളും. ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് വേറെ രാജ്യത്തുള്ളവരെ കാണാനും അവരുടെ കൾച്ചറൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമേ. ഞങ്ങളുടെ അടുത്ത് കുറേ ഫോറിൻ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും മോളുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് അവർ ഭയങ്കര അവളുടെ ഫോട്ടോ എടുക്കുകയും പിന്നെ ഞങ്ങളുടെ പേരൊക്കെ ചോദിച്ചു. അങ്ങനെ പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഡേഞ്ചർ. ഇങ്ങനെ നമ്മൾ ശരിക്കും അത് പേടിച്ച് പോകും അത് കാണുമ്പോൾ. അവരതിനകത്ത് നിന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയാമോ? അപ്പം ഞാനോർത്ത് നമ്മുടെ അവിടെ നാട്ടിലെ മരണക്കിണർ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിവിടെ ഒന്നും കാണിക്കത്തൊന്നുമില്ല. അപ്പം ഞാൻ അതങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫൈനലായിരുന്നു. ഇവിടെയും ആ സംഭവം ഉണ്ട്. ലാസ്റ്റായിരുന്നു അത്. അവിടെ ഇപ്പം 2 ബൈക്കും ഒരു കാറും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സംഭവത്തിനകത്ത് 5 ബൈക്കൊക്കെ ആയിരുന്നു കയറ്റിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ പേടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ തീയൊക്കെ കൈ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക, അതിൻ്റെ മേളിലൊക്കെ തീ വെക്കുക, അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന സംഭവമൊക്കെ ആയിരുന്നു ലാസ്റ്റത്തെ കണ്ടപ്പോൾ മോള് കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊക്കെ വന്ന് ഡാൻസ് ചെയ്യുക, അങ്ങനെ പെർഫോമൻസ് ഒക്കെ ചെയ്യിപ്പിക്കുക. കംപ്ലീറ്റ് പാക്കേജായിരുന്നേ. ഇത്ര ടയേർഡായിട്ട് വന്നപ്പോൾ എനിക്ക് സർക്കസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമേ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് മിസ്സായി പോകുമായിരുന്നേ. അത്രയ്ക്കും ഗംഭീരമായിട്ടുണ്ട് ഫുക്കറ്റിലെ സർക്കസ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, കുറേ പേര് അതിനകത്ത് ബൈക്ക് ഓടിച്ച് കയറും, അങ്ങനെയൊക്കെ ഭയങ്കര സംഭവമായിരുന്നേ.
ഒട്ടും ബോറടിച്ചൊന്നുമില്ല, നല്ല എക്സൈറ്റ്മെൻറ്റോടെ തന്നെ ഫുള്ളും കണ്ടിരിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് 7-Elevenലേക്കായിരുന്നു. ഇവിടെ നമ്മൾ റീൽസിലൊക്കെ കാണത്തില്ലേ ഈ ഒരു ഇൻഹേലർ പോലത്തെ സംഭവമൊക്കെ, അതൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടും. അങ്ങനെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയി. അവിടെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ച ഐറ്റംസ് ഉണ്ടായിരുന്നു, അത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.